മോസ്ഫെറ്റ്. മോസ്ഫെറ്റ് എന്നാൽ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ എന്നതാണ്. ഇതൊരു തരം ട്രാൻസിസ്റ്റർ ആണ്. ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ വോൾട്ടേജ് നിയന്ത്രിക്കാനും കറന്റ് സ്വിച്ച് ചെയ്യാനും ആംപ്ലിഫൈ ചെയ്യാനും ഇത് ഉപയോഗിക്കുന്നു. മോസ്ഫെറ്റിന്റെ പ്രധാന ഭാഗങ്ങൾ. ഒരു മോസ്ഫെറ്റിന് പ്രധാനമായും 3 ടെർമിനലുകളുണ്ട്. ഗേറ്റ് -G. ഇത് മോസ്ഫെറ്റിന്റെ ഓൺ ഓഫ് അവസ്ഥയെ നിയന്ത്രിക്കുന്ന ഇൻപുട്ട് ടെർമിനലാണ്. ഡ്രെയിൻ -D. കറന്റ് ഒഴുകി തുടങ്ങുന്ന ഭാഗം. സോഴ്സ് -E. കറന്റ് പുറത്തു വരുന്ന ഭാഗം. ഇവ കൂടാതെ ഒരു 4ാമത്തെ ടെർമിനൽ ബോഡി -B അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ് കൂടി ഉണ്ടാകാം. ഇത് സാധാരണയായി സോഴ്സുമായി ബന്ധിപ്പിച്ചിരിക്കും. മോസ്ഫെറ്റിന്റെ പ്രവർത്തന തത്വം. വർക്കിംഗ് പ്രിൻസിപ്പൽ. മോസ്ഫെറ്റ് ഒരു വോൾട്ടേജ് നിയന്ത്രിത ഉപകരണമാണ്. അതായത് ഇതിലൂടെ ഒഴുകുന്ന കറന്റിനെ നിയന്ത്രിക്കുന്നത് ഗേറ്റ് ടെർമിനലിൽ നൽകുന്ന വോൾട്ടേജ് ആണ്. സാധാരണയായി 2 പ്രധാനതരം മോസ്ഫെറ്റുകൾ ഉണ്ട്. ഒന്ന് എൻഹാൻസ്മെന്റ് മോഡ് മോസ്ഫെറ്റ്. ഇവ സാധാരണയായി ഓഫ് അവസ്ഥയിലായിരിക്കും. കറന്റ് ഒഴുകില്ല. ഗേറ്റിൽ ഒരു നിശ്ചിത പോസിറ്റീവ് വോൾട്ടേജ് എൻ ചാനൽ മോസ്ഫെറ്റിൽ അല്ലെങ്കിൽ നെഗറ്റീവ് വോൾട്ടേജ് പി ചാനൽ മോസ്ഫെറ്റിൽ പ്രയോഗിക്കുമ്പോൾ സോഴ്സിനും ഡ്രെയിനിനും ഇടയിൽ ഒരു ചാനൽ വഴിയെ രൂപപ്പെടുന്നു. ഈ ചാനലിലൂടെ ഇലക്ട്രോണുകൾക്ക് എൻ ചാനൽ അല്ലെങ്കിൽ ഹോളുകൾക്ക് പി ചാനൽ സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക് ഒഴുകാൻ കഴിയും. ഗേറ്റ് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ചാനലിന്റെ വണ്ണം കൂടുകയും കൂടുതൽ കറന്റ് ഒഴുകുകയും ചെയ്യും. ഇവ സ്വിച്ചിംഗ് ആപ്ലിക്കേഷനുകളിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു. 2 ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റ്. ഇവ സാധാരണയായി ഓൺ അവസ്ഥയിലായിരിക്കും. ചാനൽ സ്ഥിരമായി നിലവിലുണ്ട്. കറന്റ് ഒഴുകും. ഗേറ്റിൽ ഒരു നെഗറ്റീവ് വോൾട്ടേജ് എൻ ചാനൽ മോസ്ഫെറ്റിൽ അല്ലെങ്കിൽ പോസിറ്റീവ് വോൾട്ടേജ് പി ചാനൽ മോസ്ഫെറ്റിൽ പ്രയോഗിക്കുമ്പോൾ ചാനൽ ചുരുങ്ങുകയും കറന്റ് കുറയുകയും ചെയ്യും. ചില പ്രത്യേക ആപ്ലിക്കേഷനുകളിലാണ് ഇവ ഉപയോഗിക്കുന്നത്. എൻഹാൻസ്മെന്റ് മോഡ് എൻ ചാനൽ മോസ്ഫെറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. ഗേറ്റ് വോൾട്ടേജ് ഇല്ലെങ്കിൽ സോഴ്സിനും ഡ്രെയിനിനും ഇടയിൽ ഒരു ചാനൽ ഉണ്ടാവില്ല. അതിനാൽ കറന്റ് ഒഴുകില്ല. ഗേറ്റിൽ പോസിറ്റീവ് വോൾട്ടേജ് നൽകുമ്പോൾ ഗേറ്റ് ടെർമിനൽ ഒരു ഇൻസുലേറ്റർ മെറ്റൽ ഓക്സൈഡ് വഴി സോഴ്സിനും ഡ്രെയിനിനും ഇടയിലുള്ള അർദ്ധചാലക പ്രതലവുമായി വേർതിരിച്ചിരിക്കുന്നു. ഗേറ്റിൽ പോസിറ്റീവ് വോൾട്ടേജ് പ്രയോഗിക്കുമ്പോൾ അത് അർദ്ധചാലകത്തിൽ പി ടൈപ്പ് സബ്സ്ട്രേറ്റ് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളെ ആകർഷിക്കുന്നു. ഈ ഇലക്ട്രോണുകൾ സോഴ്സിനും ഡ്രെയിനിനും ഇടയിലായി അടിഞ്ഞുകൂടി ഒരു ചാനൽ രൂപീകരിക്കുന്നു. ഇപ്പോൾ ഡ്രെയിനിൽ ഒരു പോസിറ്റീവ് വോൾട്ടേജ് നൽകുകയാണെങ്കിൽ ഈ ചാനലിലൂടെ ഇലക്ട്രോണുകൾക്ക് സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക് ഒഴുകാൻ കഴിയും. ഗേറ്റ് വോൾട്ടേജ് വർദ്ധിപ്പിക്കുമ്പോൾ കൂടുതൽ ഇലക്ട്രോണുകൾ ചാനലിലേക്ക് ആകർഷിക്കപ്പെടുകയും ചാനൽ കൂടുതൽ നന്നായി കറന്റ് കടത്തിവിടാൻ സഹായിക്കുകയും ചെയ്യും. ഇത് മോസ്ഫെറ്റിന്റെ കണ്ടക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നു. ഗേറ്റ് വോൾട്ടേജ് കുറയ്ക്കുമ്പോൾ ചാനൽ ദുർബലമാവുകയും കറന്റ് കുറയുകയും ചെയ്യും. ഗേറ്റ് വോൾട്ടേജ് ഒരു പ്രത്യേക പരിധിക്ക് താഴെയാകുമ്പോൾ ത്രെഷോൾഡ് വോൾട്ടേജ് -V_TH ചാനൽ പൂർണ്ണമായും അപ്രത്യക്ഷമാവുകയും മോസ്ഫെറ്റ് ഓഫ് ആവുകയും ചെയ്യും. മോസ്ഫെറ്റിന്റെ പ്രത്യേകതകൾ. ഉയർന്ന ഇൻപുട്ട് ഇംപീഡൻസ്. ഗേറ്റ് ഇൻസുലേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇൻപുട്ട് കറന്റ് വളരെ കുറവാണ്. ഇത് മോസ്ഫെറ്റിനെ വോൾട്ടേജ് നിയന്ത്രിത ഉപകരണമാക്കി മാറ്റുന്നു. വേഗതയേറിയ സ്വിച്ചിംഗ്. ഉയർന്ന സ്വിച്ചിംഗ് വേഗതയുള്ളതിനാൽ ഡിജിറ്റൽ സർക്യൂട്ടുകളിലും പവർ ഇലക്ട്രോണിക്സിലും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. ചെറിയ വലിപ്പം. നിർമ്മാണത്തിലെ സാങ്കേതിക വിദ്യകൾ കാരണം വളരെ ചെറിയ മോസ്ഫെറ്റുകൾ നിർമ്മിക്കാൻ സാധിക്കുന്നു. ഇത് മൈക്രോ പ്രോസസറുകളിലും മെമ്മറി ചിപ്പുകളിലും ഇവയെ പ്രധാന ഘടകമാക്കുന്നു. ഉപയോഗങ്ങൾ. മൈക്രോ പ്രോസസറുകൾ, മെമ്മറി ചിപ്പുകൾ എന്നിവയിൽ ട്രാൻസിസ്റ്ററായി, പവർ സപ്ലൈകളിലെ സ്വിച്ചിംഗ് റെഗുലേറ്ററുകൾ, മോട്ടോർ കൺട്രോളുകൾ, ഓഡിയോ ആംപ്ലിഫയറുകൾ, ഡിജിറ്റൽ ലോജിക് ഗേറ്റുകൾ. ചുരുക്കത്തിൽ മോസ്ഫെറ്റ് എന്നത് ഒരു വോൾട്ടേജ് നിയന്ത്രിത സ്വിച്ച് അല്ലെങ്കിൽ ആംപ്ലിഫയറായി പ്രവർത്തിക്കുന്ന ഒരു അർദ്ധചാലക ഉപകരണമാണ്. ഗേറ്റ് വോൾട്ടേജ് ഉപയോഗിച്ച് സോഴ്സിനും ഡ്രെയിനിനും ഇടയിലുള്ള കറന്റ് പ്രവാഹത്തെ നിയന്ത്രിക്കുക എന്നതാണ് ഇതിന്റെ അടിസ്ഥാന പ്രവർത്തന തത്വം.